ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിൽ ഞാൻ ആദ്യം പറയുന്നത് നമ്മളെല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ചീർപ്പ്. ചീപ്പ് എന്നും കോമ്പ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചീർപ്പ് നമ്മൾ എല്ലാ ദിവസവും 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കും. നമ്മൾ മുടി എങ്ങനെയാണോ ക്ലീനാക്കി വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന ചീർപ്പും നന്നായിട്ട് ക്ലീനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചീർപ്പ് എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. എത്ര അഴുക്ക് പിടിച്ച ചീർപ്പാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിലെ അഴുക്കെല്ലാം നീക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ചീർപ്പ് ഫുള്ളായിട്ട് കൊള്ളുന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള വെള്ളം മതിട്ടോ, അല്ലാതെ തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളത്തിലേക്ക് പതയ്ക്കാൻ ആവശ്യത്തിനുള്ള ഷാമ്പു, ഇനി ഷാമ്പു ഇല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിട്ടോ. പിന്നെ കുറച്ച് സോഡപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചീർപ്പിലെ അഴുക്കെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത പഴയൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചീർപ്പ് എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിലെ മുടി അപ്പോൾ തന്നെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എത്ര ബിസിയാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ചീർപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുടി എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന ചീർപ്പും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചീർപ്പെല്ലാം നന്നായിട്ട് അഴുക്കെല്ലാം പോയി നല്ല പുതിയതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മളിതുപോലെ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ കൈ വെച്ചിട്ട് നമുക്കത് എടുത്ത് മാറ്റാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റിക്കർ എങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ സ്റ്റിക്കർ ഇതിൽ മാറ്റാനായിട്ട് കഴിയും. അതിന് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം പാത്രം അതിന്മേലൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ പാത്രം ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ അതിന്മേലൊന്ന് പോന്ന് കിട്ടിക്കോളും. ഇതിപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റിക്കർ വലുത് പെട്ടെന്ന് തന്നെ പോന്നു, പക്ഷേ ആ ചെറുത് കുറച്ചും കൂടി ഒന്ന് ടൈം എടുത്തു കേട്ടോ വിട്ടുപോരാനായിട്ട്. എന്നാൽ നമ്മൾ ഈ പാത്രം ചൂടാക്കിയാണ്ട് സ്റ്റിക്കർ എടുക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അത് എടുക്കാനായിട്ട് കഴിയും. അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് പറിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന്മേൽ പകുതി അതിന്മേൽ തന്നെ ഉണ്ടാവും, കുറച്ച് പുറമെ ഭാഗം കൊണ്ട് പോരും ചെയ്യുക, അങ്ങനെയാണല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോന്ന് കിട്ടിക്കോളും. ഇനി പശ എങ്ങനെ കളയാമെന്ന് നോക്കാം. ഈ സ്റ്റിക്കർ നിന്നിരുന്നിടത്തുള്ള പശ എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു 1-2 തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ പശയും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റാനായിട്ട് കഴിയും. ഇപ്പോൾ സ്റ്റിക്കറും പശയും എല്ലാം വന്ന് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് നോക്കാം. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി, അപ്പോൾ എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെ കൊതുകുണ്ടാവും. രാവിലെ വൈകുന്നേരം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, അത്രയും കൊതുകാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊതുക് വരാതിരിക്കാനായിട്ട് നമുക്ക് ഗുഡ് നൈറ്റോ അല്ലെങ്കിൽ കൊതുക് തിരിയോ ഒന്നും ഉപയോഗിക്കാതെ ഈ ഒരു ഇല വെച്ചിട്ട് മാത്രം നമുക്ക് കൊതുകിനെ തുരുത്താനായിട്ട് കഴിയും. ഇതിന് ശീമക്കൊന്നൻ്റെ അല്ല എന്നാട്ടോ ഇവിടെ പറയുന്നത്. ഇതിന്മേൽ ഒരു വയലറ്റ് പൂവുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു കൊമ്പെടുത്തിട്ട് ജനലിൻ്റെ എവിടെയോ അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കിയിട്ട് ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ മണം കൊതുകിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് വാടി തുടങ്ങുന്ന ആ ഒരു സ്മെല്ലൊക്കെ കൊതുകിന് തീരെ പിടിക്കില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് ഒരു സ്മെല്ല് കിട്ടാനായിട്ട് ഒന്ന് ചതച്ച് കൊടുക്കും കൂടി ചെയ്താൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ കൊതുക് ഒട്ടും തന്നെ വീട്ടിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇതൊന്ന് വീട്ടിൽ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കണം. നമുക്ക് കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ മാറ്റം വരും. ഗ്രില്ലിൻ്റെ അവിടെയും അതുപോലെ തന്നെ ജനലിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആ കൊമ്പ് അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ബെഡ്റൂമിലും ഡൈനിങ് ടേബിളുമൊക്കെ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് വെച്ചാൽ നിലത്തും ആവില്ല കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം. ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് ബാലൻസ് വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നല്ല കല്ല് പോലെ ആയിട്ട് വരും.
അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാണ്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് ഇനി എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഒരു കവറിലാക്കിയിട്ട് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാലും മതി. എങ്ങനെയായാലും നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോഴും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്, ഒട്ടും തന്നെ ഹാർഡായിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തണുപ്പ് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് കാസറോളിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പാത്രം അതിലൊന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ ഇത് നല്ല ചൂടായിട്ട് കിട്ടും. നമ്മൾ അപ്പം മാവ് കുഴച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ റവയൊക്കെ ഇതുപോലെ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിലിങ്ങനെ കട്ട കെട്ടുന്നത് പോലെ അതുപോലെ തന്നെ പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതെ നമുക്കിത് എങ്ങനെ എടുത്ത് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ വേണ്ടത്. ഒരു ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ കുറേ ദിവസം നമുക്കിത് ഒരു കേടും കൂടാതെയും കട്ട കെട്ടാതെയും പുഴുവിൻ്റെ ശല്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും. റവ നന്നായിട്ട് ചൂടാക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ അതൊരു കുപ്പിയിലോ ബോട്ടിലോ ഒക്കെ ആക്കി വെക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസം ഒരു കേടും കൂടാതെ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിയും. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്ത റവ വെച്ചിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിന്. അപ്പോൾ ഇനി റവയൊക്കെ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ പപ്പടമൊക്കെ കുറച്ച് കൂടുതലായിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവാറുണ്ട്. ഒന്നെങ്കിൽ ഒരു ചുവപ്പ് കളർ വരികയോ അല്ലെങ്കിൽ ഒരു പൂത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് നന്നായിട്ട് കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഒരു ബോക്സിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പടം ഒരു കേടും കൂടാതെ തന്നെ കുറേ ദിവസം എടുത്തു വെക്കാനായിട്ട് കഴിയും. നമ്മൾ പഴയ ഒഴിവാക്കിയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തലയണ കവറോ അങ്ങനെയൊക്കെ ഒഴിവാക്കിയതായിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ഇതുപോലുള്ള വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, മിക്സി ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് മൂടി വെക്കുകയെന്നുണ്ടെങ്കിൽ അതിന്മേൽ പൊടിയൊന്നും ആവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ മൂടി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ തലയണ കവറൊക്കെ എടുത്തിട്ട് നമുക്ക് അതൊന്ന് അലക്കിയിട്ടാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റും അതുപോലെ തന്നെ തുരുമ്പൊന്നും വരാതെ തന്നെ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. മിക്കവാറും എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് തെരുവ് നായകളുടെ ശല്യം. നമ്മൾ അവരെങ്ങനെയൊക്കെ കയറരുതെന്ന് വെച്ചാലും അവർ എങ്ങനെയെങ്കിലും ആയിട്ട് ഉള്ളിലേക്ക് കയറി നമ്മുടെ ചവിട്ടിയും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ കടിച്ച് കേടുവരുത്തും. അപ്പോൾ അവരുടെ ശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ കിട്ടാനായിട്ട് ഇതുപോലെ 3 കുളത്ത് വാങ്ങാണ്. ഇതിനൊന്നിന് 10 രൂപയാണ് കേട്ടോ. 30 രൂപക്ക് 3 കുളത്ത് കിട്ടും. അത് നമുക്ക് ചുമരിലും അല്ലെങ്കിൽ ടൈൽസിലൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഇതുപോലെ ഒരു നെറ്റ് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ 3 സ്ഥലത്തായിട്ടൊന്ന് കൊളുത്തി വെക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആ ചുമരിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു വെച്ചതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ തെരുവ് നായകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി അടുത്തത് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഉപ്പേരിയും തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ അടച്ചു വെക്കാതെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറം ഒട്ടും മങ്ങാതെ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതിൻ്റെ കളറൊന്നും ഒട്ടും ചേഞ്ച് ആവില്ല കേട്ടോ. അങ്ങനെ അടച്ചു വെക്കാതെ ഉപ്പേരി ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ, അടച്ചു വെച്ച് വേവിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും തുറന്ന് വെച്ചാലും പച്ചക്കറികൾക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും, കളറൊട്ടും മാറുകയുമില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയത് അതൊന്ന് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.